ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. മോന് നല്ല ഉറക്കമാണ്. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പം മോനെ വിളിച്ചുണർത്തണം. മോനെ എണീറ്റ് കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് സമയം അങ്ങനെയാണ് കേട്ടോ. ഒന്ന് ഉഷാറായി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇങ്ങനെ കൊഞ്ചലും കുഴയലും ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ ഇനിയിപ്പം കുളിക്കാൻ പോക്ക്, പല്ല് തേപ്പ് എല്ലാം. ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരിക്കും. അതാ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിയിട്ടോ. ഇതെൻ്റെ വീടാണ്. വീടിൻ്റെ മുന്നിൽ ഞാൻ പഠിച്ച സ്കൂളാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ അനിയത്തീൻ്റെ മോള്, ഭർത്താവ്, ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ കാറ് കയറി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ആങ്ങളയുടെ കുട്ടീനെ കാണാൻ പോവുകയാണ്. അപ്പോൾ കുറ്റ്യാടി മുകേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാത്തൂൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വിജയേട്ടനും മോളും ഇല്ല. വിജയേട്ടന് പണിയുള്ളതുകൊണ്ട് വിജയേട്ടൻ വന്നിട്ടില്ല. മോക്കാണെങ്കിൽ സ്കൂളുള്ളതുകൊണ്ട് മോളും വന്നിട്ടില്ല. ബാലുശ്ശേരി വഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് കുറ്റ്യാടിക്ക് പോകുന്നത്. അപ്പം ബാലുശ്ശേരി എന്ന് വെച്ചാൽ വലിയൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ടൗൺ തന്നെയാണ്. തുണിത്തരങ്ങളായാലും പലചരക്കായാലും പച്ചക്കറി ആയാലും ഫാൻസി ഐറ്റംസ് ആയാലും എല്ലാത്തിനും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ടൗൺ തന്നെയാണ് ബാലുശ്ശേരി. അപ്പം ബാലുശ്ശേരി വഴിയാണ് പോകുന്നത്. ബാലുശ്ശേരി ഇതാ വലിയൊരു ബസ് സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ്, കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ബാലുശ്ശേരി കഴിഞ്ഞ് ഉള്ളേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഈ സ്ഥലം ഈ വഴി ഞങ്ങൾ ഈ ഡാൻസ് ക്ലാസ്സും മോളെ വയലിൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉള്ളേരി സ്റ്റാൻഡ് ഉള്ളത്. ഇതും ബാലുശ്ശേരി പോലെ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗണാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളേരി ബാലുശ്ശേരി ഒക്കെ കഴിഞ്ഞപ്പോൾ പാലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പം പേരാമ്പ്ര അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ പാലേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. ഇതിപ്പോൾ പാലേരി ചിലപ്പം കേട്ടിട്ടുണ്ടാകും, ഒരു സിനിമയല്ലേ പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സംഭവം നടന്നത് എവിടെയോ വെച്ചാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലമാണ് ഇത് പാലേരി എന്ന് പറഞ്ഞത്. ഇതൊന്ന് സ്കൂൾ സബ് ജില്ലയ്ക്കെങ്ങാനും കുട്ടിക്ക് എന്തൊക്കെ പ്രൈസുകൾ കിട്ടിയിട്ട് അവരെ ഒരു ഘോഷയാത്രയാണ് അതിൻ്റെ സൈഡിൽ കൂടി നേരത്തെ പോയത്. അപ്പം ഈ ഒരു പാലേരി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാനതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചില്ല. അത് എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഞങ്ങൾ നന്മണ്ടേന്നാണല്ലോ പുറപ്പെട്ടത്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിലെത്താൻ കുറ്റ്യാടി മുകേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാത്തൂൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല നല്ല സ്ഥലങ്ങളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറേ ലോങ് ആയി പോവല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദൂരം പിന്നിട്ട് അവിടെ നാത്തൂൻ്റെ വീട്ടിലെത്തി. നാത്തൂനാണെന്നാണ് പറയുന്നത്. പേര് പൂജ എന്നാട്ടോ. അപ്പോൾ പൂജേൻ്റെ വീട്ടിലെത്താനായി ഞങ്ങൾ. ഇതവരെ ഷോപ്പാണ്, അവരെ ബിൽഡിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പൊക്കെയാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വഴി തെറ്റിയോ എന്നൊരു സംശയം. അങ്ങനെ തെറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളത് അവരെ വീട്ടിലേക്ക് എത്തി. ഇതാണ് അവരോട് നിൽക്കുന്ന ആങ്ങളെയാണ് കേട്ടോ. കാരണം അപ്പോൾ ഞങ്ങളിതാ പൂജേൻ്റെ വീട്ടിലെത്തിയ. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പൂജേൻ്റെ അമ്മ, അച്ഛൻ, അനിയൻ, ഞങ്ങളെ ആങ്ങള. അപ്പോൾ ഇവരും ഇവിടെ വന്നേരം നല്ല കളിയാട്ടോ. ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളുള്ളതുകൊണ്ട് പിന്നെ അവർക്കൊന്നും വേണ്ട, രണ്ടാളും നല്ല കളിയാണ്. അപ്പോൾ ഇയാളെ കാണാനാണ് ഞങ്ങൾ വന്നത്. അന്ന് വന്നപ്പോൾ ചെറുതല്ലേ, അപ്പം കണ്ണ് തുറന്ന് ഞങ്ങളെ കണ്ടിക്കുമെന്ന് തന്നെ സംശയമാണ്. ഇപ്പം കുറച്ച് വലുതായല്ലോ. അപ്പോൾ നോക്കുകയും ചിരിക്കുകയും കൈയിട്ടിളക്കുകയും ഓരോന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മുഖത്തേക്ക് നോക്കി കഥ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൂജൻ്റെ അമ്മ, അനിയനാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടോ.
ഞങ്ങൾ കാർ അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഞങ്ങളിതാ കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.